മാർഗനിർദ്ദേശം തയ്യാറാക്കാൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നൽകിയ പട്ടികയിൽ വെള്ളൂരിലെ കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡിന്റെ സ്ഥലവും ഉൾപ്പെട്ടിട്ടുണ്ട്. വെള്ളൂരിലെ KPPLന്റെ 200 ഏക്കറിലധികം ഭൂമി എയിംസിന് അനുയോജ്യമെന്ന് കാണിച്ച വൈക്കം MLA കെ ബിനിമോൻ സർക്കാരിന് കത്ത് നൽകി. റെയിൽവേ അടക്കമുള്ള ഗതാഗത സൗകര്യങ്ങൾ വെള്ളൂരിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നതായി കെ ബിനിമോൻ MLA പറഞ്ഞു. ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ എയിംസ് വരുമ്പോൾ അത് കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ വൈക്കം നിയോജക മണ്ഡലത്തിൽ KPPLന്റെ വെള്ളൂരിൽ തന്നെ വരണമെന്ന് പറയാൻ കാരണം, ഒരാളെ പോലും കുടിയൊഴിപ്പിക്കാതെ ആരെയും വേദനിപ്പിക്കാതെ ഇത് മുഴുവൻ സ്ഥലവും, ഇതിനാവശ്യമുള്ള മുഴുവൻ സ്ഥലവും വെറുതെ സർക്കാരിന്റെ വസ്തു കൈമാറിയാൽ മതി, അത് ഉടനെ തന്നെ തുടങ്ങുവാൻ സാധിക്കും. യാതൊരുവിധ തടസ്സങ്ങളും കേസുകളും വരില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനാവശ്യമായ ശുദ്ധജലം ഉറപ്പുവരുത്തുവാൻ കഴിയും. കറണ്ട് ഏറ്റവും സുലഭമായി ലഭ്യമാക്കുകയും ചെയ്യും. പ്രാദേശികമായ റോഡ് സംവിധാനമൊക്കെ വളരെ വികസനവുമായിട്ട് കിടക്കുന്നത് കൊണ്ട് വാഹന ഗതാഗതത്തിന് സുഗമമായി തീരും. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അനുയോജ്യമായ സ്ഥലം കേരളത്തിൽ നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള ഈ KPPLന്റെ സ്ഥലം തന്നെയാണ് എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് ഒട്ടനവധി പേർ ഇതിന്റെ കൃത്യമായി ടെക്നിക്കുമായി ബന്ധപ്പെട്ടുള്ള ടെക്നിക്സ് ഒക്കെ അറിയാവുന്നവരൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട്. വെള്ളൂരിനെ പരിഗണിക്കണമെന്ന് കാണിച്ച വൈക്കം MLA കെ ബിനിമോന് പുറമെ മന്ത്രി അനൂപ് ജേക്കബും പെരുവ ജനകീയ പ്രതികരണ വേദിയും സർക്കാരിന് കത്ത് നൽകിയിരുന്നു. വെള്ളൂരിൽ എയിംസ് യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. ദീർഘനാളായിട്ടുള്ള വെള്ളൂരത്തെ ആളുകളുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു എയിംസ് എന്നുള്ളത്. എന്തായാലും പുതിയതായിട്ട് വന്ന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നാട്ടിലെ ജനങ്ങൾ ആ കാര്യത്തിൽ വളരെ സന്തോഷമുള്ളവരാണ്. ഇതിനകത്ത് മുൻകൈയെടുത്ത MLA പ്രത്യേകിച്ച് അഭിനന്ദിക്കാതിരിക്കാൻ സാധ്യമല്ല. തീർച്ചയായിട്ടും ഞങ്ങളുടെ ആഗ്രഹം സബലീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.